ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മളും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തിരക്കും കാര്യമൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോഴിന്ന് വണ്ടിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ അടൂർ ബൈപ്പാസിൽ ഒരു അത്യാവശ്യ കാര്യമായി ബന്ധപ്പെട്ട് വന്നതാണ്. തിരക്കും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നല്ല വെയിലാണ്, വണ്ടിക്കകത്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞില്ലേ. അതായത് നമ്മുടെ ഇവിടുത്തെ റോഡിലെ തിരക്കും കാര്യങ്ങളും കാണാം കേട്ടോ. ഇപ്പോൾ അടൂർ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ ബൈപ്പാസ് ഒന്നുമല്ല, ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഫുള്ള് കടയാണ്, പ്രത്യേകിച്ച് ഹോട്ടലുകൾ. ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളാണ്. അത് ഓരോ ദിവസവും ഓരോ പുതിയ റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ആകുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കഴിക്കാനായിട്ട് ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ്. നൈറ്റിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ ജസ്റ്റ് റോഡിൻ്റെ അതൊന്ന് കാണിച്ചു തരാം തിരക്കെ. ഇതാ കണ്ടില്ലേ, വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സ് കട കാര്യങ്ങൾ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സൈഡിൽ. ഇതിപ്പം ഞാൻ നിൽക്കുന്നത് കുറച്ച് ഒഴിഞ്ഞ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങൾ അധികം ഈ ഭാഗത്ത് കാണാത്തത്. ശകലം മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം റെസ്റ്റോറൻറ്റുകളാണ്. അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട് തട്ടുകട കാര്യങ്ങളെന്ന്. അങ്ങോട്ട് കാണുന്ന ആ ബോർഡ് മൊത്തം പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെയാണ് കേട്ടോ. പകലാണെങ്കിലും നല്ല തിരക്കാണ്. അയ്യോ, പകലല്ല, ഉച്ചയൊക്കെ ഇത്രയും വെയിലാണെങ്കിലും ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. നമുക്ക് ഇവിടെ റോഡിലൊക്കെ ഒന്ന് ക്രോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് ഭയങ്കര തിരക്കാണ് വണ്ടികളുടെ. പിന്നെ ഞാൻ എൻ്റെ തിരക്കിനെ പറ്റി പറഞ്ഞല്ലോ. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർച്ച് 25 കൂടി നമ്മൾ ഭോപ്പാലിലേക്ക് പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ വെക്കേഷന് പോകുന്ന ആ ഒരു രീതിയല്ല കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം മൊത്തത്തിൽ പിള്ളേരുടെ TC ഒക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ ഭോപ്പാലിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. അതിന് ഓരോ ആവശ്യങ്ങൾക്ക് സ്കൂളിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ TCയുടെ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ. അപ്പോൾ അവിടെ നമ്മൾക്ക് നേരത്തെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം വിചാരിച്ചു ഒരു ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. പക്ഷേങ്കിൽ അവിടുത്തെ സ്കൂളിൽ, അതായത് നമ്മുടെ ഭോപ്പാലിലെ സ്കൂളിൽ നേരത്തെ April 1 തന്നെ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടാകും. അതുകൊണ്ട് നമുക്കതിന് മുന്നേ ചെന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനി സമയം കിട്ടുന്നതനുസരിച്ച് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഒന്നും നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് അധികം ആരും നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കമൻറ്റ് നോക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ശരി, നിങ്ങളെല്ലാവരും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക. നിങ്ങൾ നല്ല ചൂടാണ്, പുറത്തൊക്കെ പോകുമ്പോൾ നല്ലതായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളമൊക്കെ കുടിക്കുക. നമ്മൾ യാത്ര പോകുമ്പോൾ കയ്യിൽ വെള്ളമൊക്കെ കരുതുക. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.